ഉടനെ ഒരു ശവസംസ്കാരം ഉണ്ട്, ഒരാൾ മരിച്ചു. അത് കഴിഞ്ഞിട്ട് പരിപാടി ബാക്കി എല്ലാവരും ഒരു 5 മിനിറ്റ് പ്രയർ ആൻഡ് സൈലൻസ് റെഡി. വണ്ടി ട്രക്ക് പോണണ്ണ, അണ്ണാ വണ്ടി നോക്കണ ട്രക്ക് നമ്മടെ വണ്ടിയാ. പിന്നല്ല ഒരു ലോഡല്ലേ പോയത്? പിന്നല്ലാതെ അവർക്ക് വഴി തെറ്റി. അവർക്ക് ഇല്ല, അവര് ബാക്കിലുണ്ട്, നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട്. വന്നോ അവന്മാരെ ട്രക്ക് കണ്ട് ഞെട്ടിയെന്ന് തോന്നട്ടോ. പിന്നെ ഇനി എത്ര വണ്ടി കാണാൻ കിടക്കുന്നവരൊക്കെ. അണ്ണന്റെ വണ്ടി അണ്ണ അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത്. എൻട്രി അപ്പുറത്തെ വഴി കൂടെ അപ്പുറത്തോടെ അണ്ണനും ബാബുസേട്ടും ഓരോ കിലോ അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത്. 1 കിലോ ഒന്നും അല്ല, ഇത് ഒന്നൊന്നല്ല 2.5 കിലോ വണ്ടി പ്രീമിയം ക്യാഷ്. 2.5 കിലോ അടി അണ്ണ അണ്ണ ഒറ്റയ്ക്ക് അണ്ടി എല്ലാവർക്കും വെൽക്കം. ഇതാണ് നമ്മുടെ സ്ഥാപനം. ഇതാണ് നമ്മുടെ ആക്ച്വലി കേജ് കൊണ്ട് വരുമോ. ഇതാണ് നമ്മുടെ ട്രക്സ്. ഇതിലത്തെ ഒരു മൊത്തം കൂടി നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു 40 ട്രക്ക് ഉണ്ട്. ഇതേത് മോഡല്? നല്ല ഭംഗിയുണ്ടല്ലോ രണ്ട് മോഡൽസ്. ഞാനും ബാബു ആണത്. ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണത്. കൊള്ളാം. നല്ല കൊള്ളാം. ഐശ്വര്യം. നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ വലിയ ട്രക്കും, ഈ വലിയ ട്രക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് ക്യാഷ് നട്ട്സ് എല്ലാം ഇത് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണം. അതിന് താഴെയുള്ളതൊക്കെ ഇത് എക്സ്പോർട്ടുള്ള നട്ട്സ് എല്ലാം ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണത്. നമ്മുടെ ഇവിടുത്തെ യൂസിനുള്ളതെല്ലാം ഇങ്ങനത്തെ വണ്ടികളായിരിക്കും കൊണ്ടുപോകണം. സോ പാക്കേജിംഗ് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വാസു. നമ്മളിപ്പോ ഏകദേശം ഒരു അതല്ല 100 നമ്മളിപ്പോ ഒരു 20-23 രാജ്യത്തേക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് കറന്റ്. ഇത് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ ഈ വെളി നിൽക്കുന്നതെല്ലാം നമ്മുടെ സ്റ്റാഫുകളാണ്. ഇതിലുള്ള എല്ലാം ഓൺ ടൈമിൽ ഇപ്പൊ നട്ട്സ് ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് കണ്ട് ഇപ്പൊ പാക്ക് ചെയ്ത് ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ അടുത്ത ഡെലിവറിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്ന വണ്ടികളാണ് അതൊക്കെ. ഇതെല്ലാം നമ്മുടെ എംപ്ലോയീസ് ആണ്. എല്ലാം ഫോട്ടോ എടുത്തു ഇതിപ്പോ നമ്മളെ വണ്ടിയില് നമ്മളെ ക്യാഷ് നട്ട്സ് നിറച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ലോഡ് കൊണ്ടുവന്ന വണ്ടിയാണ്. എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ഇത് എവിടത്തേക്കുള്ളതാണ് ഈ ക്യാഷ് നട്ട്സ്? ഇത് പാകിസ്ഥാൻ. ഇത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഹലോ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ഞാൻ ചെക്ക് ചെയ്തോ. ഹലോ അതെ, അണ്ടികളുടെ ക്വാളിറ്റി എല്ലാം കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്ത പിന്നെ എല്ലാം ഞാൻ രുചിച്ച് നോക്കിയ അണ്ടികളാണ്. ഏട്ടന്റെ 50 വീട്ടിൽ കൊണ്ടുപോയി. ഏതാ വാസവനെ? അതാ പറഞ്ഞേ, സ്ക്രിപ്റ്റ് അണ്ണാ നമ്മളെ കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യുന്ന വണ്ടി. ഇത് നമ്മുടെ PA കൺമണി. ഓർമ്മയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ ഓർക്കുന്നു. ഇല്ല കറക്റ്റ് സമയത്താണ്. എവിടെ കിട്ടി? അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും നമ്മുടെ ലിസ്റ്റിലില്ല. ഇതെന്ത് ബോണസ് ഫ്രീ ആയിട്ട് കിട്ടിയത്? എനിക്കറിയത്തില്ല. പണ്ട് അണ്ടി ഫാക്ടറി ഉള്ള സമയത്ത് ആളല്ലായിരുന്നു പി ആണ്. പിന്നെ എന്തായാലും ഇപ്പൊ ഒരു പിയുടെ കുറവില്ലായിരുന്നു. ഇപ്പൊ നികത്തില്ലേ? ഇതിപ്പോ എന്തിനു വലിയ കയറി വന്നത്? ഓ ഇവിടെ എന്റെ കല്യാണം നടത്താൻ പോവാണ് അണ്ടി ഫാക്ടറിക്കകത്ത്. നിനക്ക് സൂഹിക്കുന്നില്ല? നിനക്ക് എന്ത് ചെയ്യാൻ? മറ്റേ ഗർഭസ്ത്രീമാനായിട്ടൊരു സാധനത്തിനെ കൊണ്ടുവന്നാറല്ലോ. എന്ത് ചെയ്യും? തിരിച്ചു വയറ്റിലോട്ട് ഇട്ടാ? താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ. എന്തൊന്നും കൂടെ?
അതെ കൊച്ചേ ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ പൈസ ഒന്നും തരത്തില്ല കേട്ടോ. തൊണ്ടക്കകത്തൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ഫാക്ടറിയിലോട്ട് ആ അത്യാവശ്യം കേക്കാം. കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട, അതൊക്കെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട. നമുക്ക് എന്തായാലും ഓ നേരെ ഫസ്റ്റ് നൈറ്റിലോട്ട് പോവാന്ന. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അണ്ടി. വാസവ കൈ പിടിച്ചേക്കുന്നുണ്ട് അവിടെ. അതാണോ? ഓ പിന്നെ സെലക്ടഡ് ആയിട്ട് എടുത്തേക്കാണല്ലേ കയ്യില്? ഓ ഹൈ ക്വാളിറ്റി മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളേ. കൊച്ചു പിള്ളേർക്ക് വരെ സാറിന് 2 അണ്ടി എടുക്കട്ടെ? പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കാഷ്യൂനട്ട്സ് ആണ് നമ്മുടെ. അതെ നമ്മള് കേസ് നമ്മളാണെങ്കിൽ ഈ പറയണത് പോലെ ശരിക്കും പറഞ്ഞാൽ ഈ കാഷ്യൂനട്ട്സ് ഒക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ തൊണ്ടയിൽ കുടുങ്ങും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കാഷ്യൂനട്ട്സിന്റെ പൗഡറും അതേപോലെ ചെറിയ പീസായിട്ട് കാഷ്യൂനട്ട്സ് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. ചോപ്ഡ് കാഷ്യൂനട്ട്സ് ആൻഡ് കാഷ്യൂനട്ട് പൗഡർ. എന്തുകൊണ്ട് ബിസ്ക്കറ്റ് ട്രൈ ചെയ്തില്ല? ബിസ്ക്കറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മള് ബിസ്ക്കറ്റ് കമ്പനിക്ക് കാഷ്യൂനട്ട് കൊടുക്കണം നമ്മളാണ്. നമ്മളെ മൈദക്ക് എതിരാണ്. നമ്മള് ഈ ഷുഗറിനെതിരാണ്. ഞങ്ങള് ഇപ്പൊ 100% മനുഷ്യർക്ക് ഒരു ദോഷം വരാത്ത സാധനങ്ങളാണ്. ബിസ്ക്കറ്റ് ഒക്കെ തുടങ്ങാൻ നോക്കിയപ്പോ അതിനകത്ത് ഓരോ വിഷങ്ങളൊക്കെ ചേർക്കണം എന്ന് ഞങ്ങൾ അറിഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെതിരാണ്. സോ ഞങ്ങള് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോ ഷാജിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ മൈദ കൂട്ടി ക്യാഷ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ അങ്ങനെ കേട്ടത്? അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടച്ചു പൂട്ടി ഞാൻ സീലടിച്ച് കേജിന്റെ തരും. കേജ് നോക്കിയാൽ മതി. പിന്നെ ഫുള്ള് ഉണ്ടെണ്ണ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പരിപാടി ചെയ്യാറില്ല. നമ്മള് ചെയ്യാറില്ല. ഈ സിറ്റിയിൽ ചെയ്യാറുണ്ട് പലരും, പക്ഷെ നമ്മള് ചെയ്യാറില്ല. വാസൊന്നും ചെയ്യില്ല. ഈ പരിപാടി ഞാൻ ചെയ്യില്ല. അത് നീയും ചെയ്യില്ല. അല്ല സ്റ്റീഫൻ ഡയലോഗാണ് സാർ. നമുക്ക് ഫാക്ടറിയുടെ അകത്ത് കണ്ടാലോ? എല്ലാവർക്കും വെള്ളം കൊടുക്കേ. നമ്മുടെ ട്രക്സ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ ഇതിനകത്ത് തന്നെ പാർക്ക് ചെയ്യുന്ന നോക്കിക്കോണേ. കുറെ ട്രക്സ് വെളിയിൽ റോഡ് സൈഡിലോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ്. അത് ഇനി ഉണ്ടാവാൻ നോക്കണം കേട്ടോ. കണക്കിന് പെടാത്ത കുറച്ച് ആൾക്കാരെ അകത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ. സെറ്റ് ആയില്ല. ഇതൊക്കെ നമ്മള് വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഒരുപാട് അണ്ടികൾ. ഇതെല്ലാം എന്റെ ഗസ്റ്റ് ആണ്. സോ സെക്യൂരിറ്റി ചെക്ക് ഒന്നും വേണ്ട കേട്ടല്ലോ. സെക്യൂരിറ്റി ഒന്ന് വന്നിട്ട് കാര്യം ഇതൊക്കെ ഇത് ഏത് ഇത് പതുക്കെ മിക്സർ കൊടുത്ത് സെറ്റായി. ഞാൻ വേണേ കത്തിക്കാം. വെച്ചടിക്കോ? ഇന്ത്യൻ മേഡാണ് എല്ലാം. ഇന്ത്യൻ മാനുഫാക്ചർ എല്ലാം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്ന കശുവണ്ടികളാണല്ലോ എല്ലാം. ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേൾഡിലെ അതെ വേൾഡിലെ ഏറ്റവും കിടിലൻ കാഷ്യൂനട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊല്ലത്തുനിന്നാണ് കേജ്. സോ ഞങ്ങൾ ഇത് കൊല്ലത്തുനിന്ന് ഡയറക്ട്ലി ഹാൻഡ് പിക്ഡ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വേർതിരിച്ചാണ് ഗ്രേഡ് അനുസരിച്ച് വേർതിരിച്ചാണ് ഇത് ഓൾ ഓവർ ദ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതെ ഇത് ശരിക്കും മെഷീനൈസ്ഡ് അല്ല. ഇത് തല്ലി നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ഇതിന്റെ രീതിയിൽ തല്ലി അതെ 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 ആ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ കൊടുക്കണ വേറൊരു ഫാക്ടറി സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ പോയിട്ട് വേൾഡിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഞങ്ങൾ പല രാജ്യത്ത് വിസിറ്റ് ചെയ്ത് കേജ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കൊല്ലത്തിന്റെ അത്രയും കിടിലം കാഷ്യൂനട്ട്സ് ഉള്ള വേറൊരു സ്ഥലം ഇല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഇതാണ്. സോ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോയി നമുക്ക് അറിയാവുന്ന പയ്യന്മാരുണ്ട്, അവരെല്ലാം വെച്ച് നമ്മൾ കുറെ ആൾക്കാരെ കണ്ട് ഡീൽ ചെയ്ത് സംസാരിച്ച് സെറ്റ് ചെയ്ത് ഇവിടെ കുറെ പേരൊക്കെ ഈ അണ്ടി മൊത്തം കരിഞ്ഞു പോയി. സൂക്ഷിച്ചില്ല കേട്ടോ, കുറെ പോയി. ഈ തല്ലുന്ന പ്രോസസ് ഒന്ന് കാണണ്ടേ നമുക്ക്? ഇതൊന്ന് പറയോ?
34. 34. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ. ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, റോസ്റ്റഡ് കാഷ്യൂനട്ട്സ്, ഓഹോ, സോൾട്ടഡ് ആൻഡ് റോസ്റ്റഡ്. കൊള്ളാം. കുഴപ്പമില്ല, നല്ല കാഷ്യൂ നട്ട്സ്. നമ്മുടെ പലതരം ഇതെല്ലാം ഇതേ ക്വാളിറ്റി തന്നെയാണല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാത്തിലും നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഷാജി, ക്വാളിറ്റി ആണെങ്കിൽ കൊള്ളാട്ടോ. അല്ല, ഈ ക്വാളിറ്റി കുറഞ്ഞത് ലഭിക്കത്തില്ല, അതെന്ത് ചെയ്യപ്പം? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സോർട്ട് ചെയ്യും. അതായത് ചൊക്ലി അണ്ടിയൊക്കെ നമ്മള് തിരിഞ്ഞ് പറക്കി സെപ്പറേറ്റ് പാവങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അതെ, ഒരു 600 രൂപ. ഈ ക്വാളിറ്റി കുറഞ്ഞതും അപ്പൊ മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇതിന്റെ ഗ്രേഡ് അങ്ങനെയല്ല വരുന്നത്. ക്വാളിറ്റി കുറവെന്നല്ല, ഇത് വിഷം. ക്വാളിറ്റി കുറയുന്നതോടും ഇതിന് വിഷമാവുമെന്നല്ല അർത്ഥം ഇതിന്. അതായത് കാരണം എക്സ്പോർട്ട് നമ്മളത് ഈ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാധനങ്ങളിലൊക്കെ കേടുകൾ വരുന്നത് സാർ. ഓ, അപ്പൊ കേടായത് മനുഷ്യർക്ക് കൊടുക്കുമെന്നാണ്. ശരിയാണ്, അതൊരു വാലിഡ് പോയിന്റ് ആണ്. എന്റെ PA പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്. നമ്മള് വിഷം യൂസ് ചെയ്താൽ കേടാവാതിരിക്കുക എത്ര നാൾ വേണേലും. മനസ്സിലായോ? അപ്പം ഇപ്പം പറഞ്ഞത് അപ്പം കേടായ സാധനം മനുഷ്യർക്ക് അങ്ങനെയല്ല, കൊടുക്കുന്നില്ല. കേടായതെന്നല്ല, നമുക്ക് ഗ്രേഡ് വ്യത്യാസമുണ്ട്. അതായത് ഗ്രേഡ്സ് ആണ് വ്യത്യാസം, ക്വാളിറ്റി അല്ല നമ്മൾ പറയണത്. ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഗ്രേഡ് വ്യത്യാസമുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കുന്ന ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഗ്രേഡ് കൂടിയത് ഇങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുവാണോ അതോ ഇവിടെ തന്നെ ലോക്കൽ ലോക്കൽ മാർക്കറ്റിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട്. കൂടുതലും നമുക്ക് പുറ രാജ്യത്താണ് ഗ്രേഡ് കൂടിയ നട്ട്സ് എല്ലാം പോണത്. നല്ല വില തരുന്നവർക്ക് കൊടുക്കും. ഓക്കെ, കൊള്ളാം. എന്തായാലും നമുക്ക് അടുത്തായിട്ട് നമുക്ക് പ്രോസസിംഗ് ആണ് ഇതിന്റെ. ഉറപ്പാടും. PA നടക്ക്. എവിടേക്കാ പോണ്ടേ? നോട്ട് പാഡ് എടുക്കുമായിരുന്നു എഴുതിയിരിക്കാൻ. മര്യാദയ്ക്ക് 50 ലക്ഷം എടുക്കാൻ. അച്ഛനോടൊക്കെ ചോദിക്കുന്ന പോലെയാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് മാടിനെ കിടന്ന് പണിയെടുത്തിട്ട് എനിക്ക് 5ന്റെ പൈസ തന്നിട്ടുണ്ട്. മാടിനെ കിടക്കാ എങ്ങനെയായിരുന്നു? ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്നോ? ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്നോ മാടിനെ പോലെ? ആണല്ലേ? അണ്ണനോട് എങ്ങനെ പറയുമെന്ന് അറിഞ്ഞൂടാ അണ്ണാ. ഇപ്പൊ ശരിയാ. എന്താ അവരൊരു ബിസിനസ് ഡീലിന് വേണ്ടിട്ട് വന്നല്ലേ കൺമണി. അത് അതിന്റെ ഇടയ്ക്ക് ഡീലാണല്ലോ, എല്ലാവരും ഡീലിംഗ് ആണല്ലോ. ഇത് ഞാനിപ്പോ ഇങ്ങനെ അണ്ണനോട് പറയാം, ഒരു പണിക്കാരൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എടുത്തു. എന്തിനാ കൺമണി എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ കേറി വരുന്നേ? ഞാൻ നല്ലൊരു ശകുനല്ലേ? നീ ശകുനിയാണ്. മിസ്റ്റർ എന്റെ കയ്യിൽ ഒരു ചെക്ക് ഇരിപ്പുണ്ടായിരുന്നേ, ബ്ലാങ്ക് ചെക്കാണേ. $50 ലക്ഷം നമ്മൾ തമ്മിലുള്ള ഡീൽസ് ഒക്കെ കഴിഞ്ഞോ? ഫോൺ എടുത്തിട്ടില്ല. അയ്യോ, ഈ പ്രശ്നം തൊഴിലേ വന്ന ആളാണ് കാര്യം. 70 വയസ്സുള്ള മേടിച്ചു കിട്ടാ എന്താടാ നാളെ തീർന്ന്. അണ്ണാ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാണ്. ഇതിപ്പോ ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുമോ? ഇത് 2.5 കിലോ ഇതുമായിട്ടൊരു പയ്യൻ മരിച്ചുപോയി. വീണ് പണിക്കാരൻ ഒന്ന് കേറി വരാമോ? ഇപ്പുറത്ത് വഴിയുണ്ട്, ഇപ്പുറത്ത് വഴിയുണ്ട്. ഇതുവഴി നീ എന്തിനാണ് എന്റെ തോളത്ത് കയറിയേ? ഈ വിശമായിട്ട് തോന്നില്ല അണ്ണാ. 2.5 കിലോ വണ്ടിയായിട്ട് പയ്യൻ മരിച്ചുപോയി. ഏത് പയ്യൻ? അവിടെ നിന്ന് പയ്യൻ 2.5 കിലോ വണ്ടി ഷിപ്പിലോട്ട് മറ്റേ ഇമ്പോർട്ട് ചെയ്യുന്ന കാണിച്ചാണ്. പയ്യൻ വെള്ളത്തിൽ വീണ് മരിച്ചു പോയപ്പോഴേ. ഒരു ശവം ഇപ്പൊ ജഡം പൊങ്ങുന്ന ഇപ്പൊ ഉടനെ കാണും മിസ്റ്റർ എക്സ്. എടാ ഈ കൺമണി ഒന്ന് ഡീൽ ചെയ്യടാ കണ്ണാപ്പി. ഇതിന്റെ മുകളിലെന്താ? ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ആകാശം. ഓ ഞാൻ വരുന്നത്. ചാടുന്ന കണ്ടുപിടിച്ചോ? ചാടുന്ന കണ്ടുപിടിച്ചോളാം. ഒന്ന് മാറിക്കോ, അപ്പുറത്തോട്ട് വരണം. അങ്ങനല്ല ചാടേണ്ടത്.
കരിങ്കത്തില്ലേ ഒന്നും അറിയാതെ എന്തോ പറയാം. ഈ മിസ്റ്റർ എവിടെ പോയി? മിസ്റ്റർ എക്സ് വെളിയിലോട്ട് വാ. പെട്ടെന്ന് പോയെന്ന് ഫോൺ നമ്പർ വന്നിട്ടെ. ആർക്കെങ്കിലും സൈനിടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സൈനിടാൻ ബുദ്ധിമുട്ടുണ്ടോ? അണ്ണാ ഒരു ചെറിയൊരു പ്രശ്നം കേട്ടോ. ഞാൻ മോന്തക്കൊരെണ്ണം കൊടുത്തിട്ടേ സൈനിടാൻ പറയാം. മെഡിക്കൽ ഹെൽത്തിന്റെ ആൾക്കാരെ ഇവര് എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള സജീകരണങ്ങളൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പ്രശ്നം. ഇവിടെ അണ്ണത് ഡീൽ ചെയ്യണേ. അപ്പാപ്പാ എവിടെ മിസ്റ്റർ എക്സ് എവിടേക്കിത്? നമ്മുടെ ഫ്ലൈറ്റ് വരും. ഞാൻ പറയാറുള്ളതൊക്കെ പറഞ്ഞു നോക്കണം, പക്ഷെ നടക്കുന്നില്ല. സെറ്റാക്കാം. അണ്ണാ ഇപ്പൊ വരും, ഫ്ലൈറ്റ് ഇപ്പൊ വരും. അമ്പത്തൂര് ഏൽപ്പിച്ച ഒരാള് പോലും നമ്മുടെ ആർപ്പിക്കാത്ത ഇന്റർവ്യൂ വരാതെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. കണ്ടോ നോക്ക്, നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തില്ല. സാധനം വരുന്നുണ്ട്. എന്റെ ബിസിനസ് അതെ വരുന്നടാ. എന്താ പോയത്? അതെന്താ പോയെ? അതെന്തത്? അതെന്താണോ വന്നത്?